ഹായ് ഓൾ, ACUR എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസിനസ് എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മസ്റ്റായിട്ടും കാണുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ്, മാർജിനൽ കോൺസെപ്റ്റ്, ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ റിലേഷൻസ് ഇത്ര ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യു ഗിവ് അപ്പ് വെൻ യു മേക്ക് എ ചോയ്സ്. എവറി ടൈം യു മേക്ക് എ ഡിസിഷൻ യു ആർ ചൂസിങ് വൺ തിങ് ആൻഡ് ഫോർഗോയിങ് അനദർ. ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് എ തിങ് യു ഡിഡിൻറ്റ് ചൂസ് ബട്ട് കുഡ് ഹാവ് ഗോട്ടൺ ഇഫ് യു മെയ്ഡ് എ ഡിഫറെൻറ്റ് ഡിസിഷൻ. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ മാറ്റിവെച്ച ചില ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ഉണ്ടാവാം. അതിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് നഷ്ടമായ വാല്യൂ. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ, ഇഫ് യു ഹാവ് ₹200 ആൻഡ് യു ആർ ഡിസൈഡിങ് വെദർ ടു ബൈ എ ബുക്ക് ഓർ ഗോ ഔട്ട് ടു ഈറ്റ്. ഇഫ് യു ചൂസ് ടു ബൈ എ ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട് ടു ഈറ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ മീൽ യു ഡിഡിൻറ്റ് ഹാവ്. അതായത് നിങ്ങളുടെ അടുത്ത് 200 രൂപയുണ്ട്. ആ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എയ്തർ യു ക്യാൻ ബൈ എ ബുക്ക് ഓർ യു ക്യാൻ ഹാവ് ഫുഡ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു ബുക്ക് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അപ്പം നിങ്ങൾ ബുക്ക് വാങ്ങാനായിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഫുഡ് കഴിക്കുക എന്നുള്ളത് മാറ്റിവെച്ച് ബുക്ക് വാങ്ങാമെന്ന് തീരുമാനിക്കുന്നു. എങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടേണ്ടിയിരുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് വാട്ട് യു ലൂസ് വെൻ യു മേക്ക് എ ചോയ്സ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയ ചില ഡിസിഷൻസ് ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ടാവാം, കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവാം. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് എന്താണെന്നാണ്. ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ എന്താണ് ഇൻക്രിമെൻ്റ് എന്ന് പറയാം. ഇൻക്രിമെൻ്റൽ മീൻസ് സംതിങ് ദാറ്റ് ഇൻക്രീസസ് ഇൻ വാല്യൂ ഓർ വെർത്ത്. എന്തെങ്കിലും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനെ, അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ എന്ന് പറയുന്നത്. എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂ ഇൻക്രിമെൻ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് രണ്ട് രീതിയിലുണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇനി എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് നോക്കാം. ഇഫ് എ ഡിസിഷൻ ഈസ് ടേക്കൺ ദാറ്റ് ഇൻക്രീസസ് ദ ടോട്ടൽ കോസ്റ്റ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ കൂടിയ കോസ്റ്റിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുത്തു, ഒരു പ്രൊഡക്ഷൻ ചേഞ്ചസ് ഒക്കെ നടത്തി, എങ്കിൽ നമുക്കതിൽ നിന്ന് കൂടുതലായിട്ട് അഡീഷണലായിട്ട് കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ബൈ ആഡിങ് മോർ ഇൻപുട്സ് ഓർ ന്യൂ മെഷീനറീസ്. ദിസ് വിൽ ഇൻക്രീസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫ്രം 200 crores to 250 crores. ദെൻ ദ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് 50 crore ഈസ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻപുട്സും പുതിയ മെഷീനറീസും ഒക്കെ യൂസ് ചെയ്തു, അല്ലെങ്കിൽ പുതിയ മെഷീനറീസ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ദെൻ ആ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് തന്നെ അവർക്ക് പ്രീവിയസ് ഇയറിൽ 200 കോടിയായിരുന്നു ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ചിലവ് വന്നത്, എങ്കിൽ ഈ ഇയറിൽ അത് 250 crore ഇൻക്രീസ് ചെയ്തു. ദെൻ ഇവിടെ എത്ര ഇൻക്രീസാണ് വന്നിരിക്കുന്നത്? 200 നിന്ന് 250 ആകുമ്പോൾ ടോട്ടലി ഒരു 50 crore ഡിഫറൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അഡീഷൻ വരുന്നുണ്ട്. ഈ ഒരു ഇൻക്രീസ്ഡ് എമൗണ്ടിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്താണെന്ന് നോക്കാം. If the decision is taken to increase the total revenue, then it is called incremental revenue. ആ എടുത്തിരിക്കുന്ന ഡിസിഷനിലൂടെ ടോട്ടൽ റവന്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ റവന്യൂവിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻപുട്സും മെഷീനറീസും യൂസ് ചെയ്തു. ദെൻ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ 100 crores ആയിരുന്നു റവന്യൂ ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം അത് 200 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പം അഡീഷനായിട്ട് ഇൻക്രീസ് ചെയ്തൊരു 100 കോടി രൂപയുണ്ടല്ലോ, അതാണ് ഇവിടെ ഇൻക്രിമെൻ്റൽ റവന്യൂ ആയിട്ട് പറയുന്നത്.
സോ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഡീഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഇൻക്രിമെൻ്റൽ റവന്യൂവും എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് എപ്പോഴാണ് ഒരു ഡിസിഷൻ പ്രോഫിറ്റബിൾ ആകുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് 2 സിറ്റുവേഷനിലായിട്ടാണ് ആ ഒരു ഡിസിഷൻ പ്രോഫിറ്റബിൾ ആവാനുള്ള ചാൻസസ് ഉള്ളത്. അതിലൊന്നാമത് ഇറ്റ് ഇൻക്രീസസ് റവന്യൂ മോർ ദാൻ ഇറ്റ് ഇൻക്രീസസ് കോസ്റ്റ്. അതായത് എടുത്തിരിക്കുന്ന ഡിസിഷൻ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇൻക്രീസ് ചെയ്ത റവന്യൂ ആണ് ഇൻക്രീസ് ചെയ്ത കോസ്റ്റിനേക്കാൾ കൂടുതൽ എങ്കിൽ അവിടെ ആ ഫേം എടുത്തിരിക്കുന്ന ഡിസിഷൻ പ്രോഫിറ്റബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പുതിയ പ്രൊഡക്ഷന് അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പുതിയ പ്ലാൻസും ഇൻപുട്സൊക്കെ യൂസ് ചെയ്തപ്പോൾ 50 crores ആണ് കോസ്റ്റ് കൂടിയത്, 50 കോടിയാണ് കോസ്റ്റ് അഡീഷണൽ ആയിട്ട് കൂടിയത്. ദെൻ ഇൻക്രിമെൻ്റൽ റവന്യൂ 100 കോടി ഉണ്ടായിരുന്നു എങ്കിൽ അത് പ്രോഫിറ്റബിൾ ആണ്. കാരണം 50 crores വ്യത്യാസം വരുന്നുണ്ട്. കോസ്റ്റിനേക്കാൾ റവന്യൂ കൂടുതലാണെങ്കിൽ അവിടെ പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ ആണ്. ദെൻ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് കോസ്റ്റ് മോർ ദാൻ ഇറ്റ് ഡിക്രീസസ് റവന്യൂ. ഒരു ഡിസിഷൻ എടുത്തത് കോസ്റ്റ് കുറച്ചു, റവന്യൂവും കുറച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻപുട്സ് യൂസ് ചെയ്യുന്ന കുറച്ചു എന്ന് വിചാരിച്ചു, കുറേ ഇൻപുട്സ് യൂസ് ചെയ്യുന്നത് കുറച്ചു. അപ്പോൾ അവരുടെ കോസ്റ്റും കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പ്രൊഡക്ഷനും റവന്യൂ എല്ലാം കുറയും. അപ്പം ഡിക്രീസ്ഡ് കോസ്റ്റ് ഈസ് മോർ ദാൻ ഡിക്രീസ്ഡ് റവന്യൂ. കുറഞ്ഞിരിക്കുന്ന കോസ്റ്റാണ് കുറഞ്ഞിരിക്കുന്ന റവന്യൂവിനേക്കാൾ കൂടുതലെങ്കിൽ അവിടെയും അതൊരു പ്രോഫിറ്റബിൾ ഡിസിഷനായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ ഒരു പ്രോഫിറ്റബിൾ ഡിസിഷൻ ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്ന സിറ്റുവേഷൻസ്. ഇനി മാർജിനൽ കോൺസെപ്റ്റാണ് പറയാനുള്ളത്. അപ്പം മാർജിനൽ കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ എന്താണ് മാർജിൻ നോക്കാം. മാർജിൻ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ടോട്ടൽ വാല്യൂ ഓർ ക്വാണ്ടിറ്റി ഡ്യൂ ടു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ്. അതായത് ഒരു യൂണിറ്റ് മാറ്റം വരുമ്പോൾ അവരുടെ ടോട്ടൽ വാല്യൂവിലും ടോട്ടൽ ക്വാണ്ടിറ്റിയിലും വരുന്ന വ്യത്യാസത്തിനെയാണ്, ചേഞ്ചസിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും 2 കോൺസെപ്റ്റ്സ് നോക്കാനുണ്ട്. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഈസ് കോൾഡ് മാർജിനൽ കോസ്റ്റ്. ഒരു യൂണിറ്റും കൂടി അധികമായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന അധിക ചെലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 2 യൂണിറ്റ്സ് ഈസ് 10. 2 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റ് 10 രൂപയായിരുന്നു. 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15 ആണ്, 15 രൂപയാണെങ്കിൽ ഒരു യൂണിറ്റ് 2ൽ നിന്ന് 3ലേക്ക് അധികമായി ഉൽപ്പാദനം വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 10ൽ നിന്ന് 15ലേക്ക് കൂടി. അപ്പോൾ ആ ഇൻക്രീസ് 10ൽ നിന്ന് 15ലേക്ക് വന്ന ആ ഇൻക്രീസ് 5 എന്നുള്ള ആ ഒരു ഇൻക്രീസ് ഓഫ് കോസ്റ്റാണ് നമ്മളിവിടെ മാർജിനൽ കോസ്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, then അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ, ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ ബൈ സെല്ലിംഗ് 1 more യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു യൂണിറ്റും കൂടി അധികമായി വിൽക്കുന്നതിലൂടെ ആ ഫേമിന് കിട്ടുന്ന അധിക വരുമാനം അല്ലെങ്കിൽ അധിക റവന്യൂവിനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് യൂണിറ്റ് 10 പ്രൊഡക്ട്സ് വിൽക്കുന്ന സമയത്ത് അവർക്ക് 100 രൂപയാണ് റവന്യൂ കിട്ടിയിരുന്നത്. ദെൻ 11 യൂണിറ്റ് വിറ്റപ്പോൾ 110 രൂപ കിട്ടി എങ്കിൽ ഒരു യൂണിറ്റും കൂടി അധികമായി വിറ്റപ്പോൾ കിട്ടിയ അധിക വരുമാനമായ 10 രൂപ. ഓക്കെ, 110ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ കിട്ടുന്ന 10 രൂപയാണ് ഇവിടെ മാർജിനൽ റവന്യൂ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ ബൈ സെല്ലിംഗ് 1 more യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഓക്കെ, സോ മാർജിനൽ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടോട്ടൽ, ആവറേജ് ആൻഡ് മാർജിനൽ റിലേഷൻസ് നോക്കാനുണ്ട്. അപ്പം ടോട്ടൽ, ആവറേജ്, മാർജിനൽ ഏരിയാസ് വരുമ്പോൾ അത് തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്? ഞാനിവിടെ പ്രൊഡക്റ്റിൻ്റെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ഈ 3 കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് റിലേഷൻ പറയുന്നത്. സോ ഞാനിവിടെ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഈ ടേബിളിൽ നമ്പർ ഓഫ് വർക്കേഴ്സിനെ കാണിക്കുന്നുണ്ട്, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, റിമാർക്സ് എന്ന് പറഞ്ഞ കോളമുണ്ട്. ഓക്കെ, ഈ റിമാർക്സിൽ 3 സ്റ്റേജായിട്ട് ഈ ഒരു ചേഞ്ചസ് കാണിച്ചിരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ചേഞ്ചസിന് നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയാം. എങ്കിൽ നമ്മളിവിടെ റിലേഷൻ പറയുമ്പോൾ ടി പിയും എ പിയും എം പിയും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് നോക്കാം. ടോട്ടൽ പ്രൊഡക്റ്റ് 10, 24, 39, 56, 70, 78, 84, 84, 81 എന്നുള്ള രീതിയിൽ ആദ്യം കൂടി പിന്നെ കുറഞ്ഞു വരുന്നു. അപ്പം ടോട്ടൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴും കുറയുമ്പോഴും ആവറേജ് പ്രൊഡക്റ്റിലും മാർജിനൽ പ്രൊഡക്റ്റിലും എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കാം.
സോ ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 10 മുതൽ 56 വരെ 10 to 56 വരെയുള്ള ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ആ ഏരിയയാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. സോ ആ സിറ്റുവേഷനിൽ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. 10, 12, 13, 14 എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തു. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ്. 10 ഡിവൈഡഡ് ബൈ 1 10, 24 ഡിവൈഡഡ് ബൈ 2 12, 39 ഡിവൈഡഡ് ബൈ 3 13. അങ്ങനെ ടോട്ടൽ പ്രൊഡക്റ്റ് നമ്പർ ഓഫ് ഇൻപുട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് പ്രൊഡക്റ്റ് കിട്ടും. സോ ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റും 10, 14, 15, 17 എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുന്നുണ്ട്, ആ കൂടുന്ന റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 10, 14, 15, 17 എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റും കൂടുകയാണ്. ഓക്കെ, ഇനി ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ പ്രൊഡക്റ്റിൽ ഒരു യൂണിറ്റും കൂടെ ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ടോട്ടൽ പ്രൊഡക്റ്റിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 24 മൈനസ് 10 14, 39 മൈനസ് 24 15. അങ്ങനെ അടുത്തടുത്തുള്ള ടോട്ടൽ പ്രൊഡക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് 70, 78, 84 എന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആവറേജ് പ്രൊഡക്റ്റ് നോക്കുമ്പോൾ 14, 13, 12 ആവറേജ് പ്രൊഡക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റും 14, 8, 6 എന്ന് പറഞ്ഞ് കുറഞ്ഞു വരികയാണ്. സോ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഈ കേസിൽ ആവറേജ് പ്രൊഡക്റ്റും ഡിക്രീസ് ആവും, മാർജിനൽ പ്രൊഡക്റ്റും ഡിക്രീസ് ആവും. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് 84 നിന്ന് 81 കുറഞ്ഞു. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുന്ന സ്റ്റേജാണ്. ഇവിടെ ആവറേജ് പ്രൊഡക്റ്റും ഡിക്രീസ് ചെയ്യും, മാർജിനൽ പ്രൊഡക്റ്റും ഡിക്രീസ് ചെയ്യും, ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ബിക്കം നെഗറ്റീവ്. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിലേക്ക് മാറും. ഇതാണ് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ 3 സ്റ്റേജായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അവിടെ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും, മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ് വെയർ ആവറേജ് പ്രൊഡക്റ്റ് ഡിക്രീസസ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓൾസോ ഡിക്രീസസ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുന്ന കേസാണ്. അവിടെ ആവറേജ് പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യും, മാർജിനൽ പ്രൊഡക്റ്റും ഡിക്രീസ് ചെയ്യും, ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഏരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് പ്രകാരം ഓൾമോസ്റ്റ് ഏരിയാസ് കവർ ചെയ്തു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. താങ്ക്